മൂല്യവർദ്ധനം ആ മാറ്റം കൊണ്ട് സംഭവിച്ചു. അപ്പോ അതിനുവേണ്ടി നമ്മൾ മാറാൻ തയ്യാറാവണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിള് തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ 10 റുപ്യക്കോ അല്ലെങ്കിൽ 15 റുപ്യക്കോ റെയിൽവേ സ്റ്റേഷനിലും 20 റുപ്യക്ക് കടകളിൽ ബേക്കറികളിലൊക്കെ 1 ലിറ്റർ വെള്ളം കിട്ടും നമുക്ക്, അല്ലേ? അതേ വെള്ളം തന്നെ നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല്, അല്ലെങ്കിൽ വലിയ വലിയ എയർപോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിന് നമുക്ക് 50, 100, 200 ഒക്കെ കൊടുക്കണം. ഓരോരോ സ്ഥലത്തിന്റെ ഡിഫറെന്റ് ആയിരിക്കും അത്. അപ്പോ ആ 20 റുപ്യന്റെ വെള്ളം അതേ സാധനം തന്നെ സ്ഥലം മാറി വെക്കുമ്പോൾ അതിന്റെ വാല്യൂ കൂടുന്നു. അതുപോലെ തന്നെ സെയിം ബോട്ടിൽ സെയിം വെള്ളം എന്തുകൊണ്ട് 20 റുപ്യന്റെ പ്രോഡക്റ്റ് അപ്പുറത്ത് പോകുമ്പോൾ 50, 100, 200 ഒക്കെ ആവുന്നത്? അതുപോലെ തന്നെ നമ്മളുടെ മൂല്യം നമ്മളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആളുകളുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു മൂല്യം തയ്യാറാവുക. അങ്ങനെ തയ്യാറാവണമെങ്കിൽ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു അച്ചീവ്മെന്റ്. അപ്പോ ഇങ്ങനെ നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ജെപി സാറ് എനിക്ക് ഏൽപ്പിച്ച ചെറിയൊരു കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് മീറ്റിംഗിന്റെ ലിങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിത് പ്രസന്റ് ചെയ്യാം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞോളൂ, ഞാനും അത് എനിക്ക് തിരുത്താൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ആദ്യമായിട്ടാണ് ഒന്നും കൂടെ ഒച്ചയിൽ പറഞ്ഞോളൂ. ശബ്ദത്തിന് കുറച്ച് ഇപ്പോ ഉള്ള പോലെ ഉണ്ട്. ഒന്നും കൂടെ ശബ്ദം കൂട്ടി പറഞ്ഞു. യു ആർ എ സ്റ്റാർ പിൻ, കമാൺ. ഓക്കെ. കണ്ടിന്യൂസ് കൊണ്ട് പറയുമ്പോൾ ആ ഒരു ഹോസ്റ്റ് ആക്കണേ ഒന്ന്. ഹോസ്റ്റ് ആക്കണ്ട, അല്ലാതെ പെർമിഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മള് മാറാൻ തയ്യാറാവണം ഓരോരുത്തരും. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ മൂല്യം. ഇപ്പം എന്റെ മൂല്യം ഇങ്ങനെയാണെങ്കിൽ ഇപ്പം വേറൊരു വ്യക്തിക്ക് വേറെ ചിലപ്പം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു വക്കീലോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ ഓരോരുത്തർക്കും ഓരോ മൂല്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ നിന്നും നമ്മള് എന്താ പറയാ, നമ്മൾ ഒന്നൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മളുടെ മൂല്യത്തിൽ നിന്ന് ചില ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ മൂല്യം കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇതിൽ നമുക്ക് കൂടുതൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ ലീഡേഴ്സ്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളത് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കണം. അതാണ് എനിക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഓൺലൈൻ പർച്ചേസിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. എന്തെല്ലാം സാധനങ്ങളാണ് RCMന്റെ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് ഹെഡ് ഓഫീസിൽ നിന്നും ഓർഡർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതിലൊന്നാണ് ഫുട്വെയർ, 2 വയോമിനി ഐറ്റംസുകൾ, പിന്നെ കീസോൾ ഐറ്റംസ്, അതുപോലെ തന്നെ കിഡ്സ് ഫാഷന്, ബെഡ്ഷീറ്റ്, മാൻസ് ഫാഷൻ, പിന്നെ കുറെ അക്സസറീസ് ഐറ്റംസുകൾ. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഓർഡർ ചെയ്യുമ്പോ സ്ക്രീൻ ഷെയറിലൂടെ കാണിക്കണം സാർ അത്? സ്ക്രീൻ ഷെയറിലൂടെ കാണിക്കും. നെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം.
ആദ്യമായിട്ട് അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ എക്സാമ്പിള് ഇതാണ് ഹോം പേജ്, കാണുന്നുണ്ടല്ലോ അല്ലെ? ആർസിഎമ്മിന്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് ഹോം പേജ്. ഈ ഹോം പേജിന്റെ അവിടെ ഏറ്റവും താഴെ ഉണ്ട് ആ കോളം, ഹോം പേജ് കാര്യങ്ങൾ താഴെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ളതാണ് കാറ്റഗറീസ്, അതിന്റെ തൊട്ടടുത്തുള്ളത് സെർച്ച്, അതിന്റെ തൊട്ടടുത്തുള്ളത് അക്കൗണ്ട്. അക്കൗണ്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? കാശ് വരുന്നതൊക്കെ നോക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഗ്രൂപ്പ് നോക്കാൻ, പർച്ചേസ് വോളിയം നോക്കാനൊക്കെ അതെല്ലാവരും മനസ്സിലാവും. ഒരു മിനിറ്റ്, അത് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ആർസിഎമ്മിന്റെ ബിസിനസ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ താഴെ നമ്മൾ കാണുമ്പോൾ ഹോം, കാറ്റഗറി, സെർച്ച്, അക്കൗണ്ട്. അതായത് അക്കൗണ്ട് എന്നുള്ള വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ID പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോഴാണ് അക്കൗണ്ട് എന്നുള്ള സംഭവം വരിക. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ റെക്കഗ്നിഷൻ അവിടെ കാണും. അപ്പൊ കാണുന്നുണ്ടാവും, എന്റെ റെക്കഗ്നിഷൻ അവിടെ കാണുന്നുണ്ടാവും. പിന്നെ എന്താ പറയാ, അപ്പൊ ഞാൻ കാറ്റഗറീസിലോട്ട് പോവാം. കാറ്റഗറീസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും ബമ്പർ ഓഫർ. അതായത് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ DP പ്രൈസിൽ 500 റുപ്യന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 500 PV നമുക്ക് കിട്ടും. അതാണ് 100% PV ഓഫർ. അതിൽ കുറെ ഐറ്റംസുകളുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, മാൻസ്, ഫാഷൻ, വുമൻ ഫാഷൻ. ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തോളൂ, അങ്ങനെ ഓർഡർ ചെയ്യുന്ന കാണിച്ചു. ഓക്കെ, അതിലോട്ട് ഞാൻ വരും. ഓർഡർ ചെയ്യുന്നതിലോട്ട് ഞാൻ തിരിച്ചു വരും. ഇത് ഓരോരോ സംഭവങ്ങളാണ്. ഫുഡ് വെയർ, അതുപോലെ തന്നെ ബാഗിങ് ആക്സസറീസ്, ബെഡ്ഷീറ്റ്, പേഴ്സണൽ കെയർ, ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഓൺലൈൻ ഓർഡറിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മുടെ ഈ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാം ഡെലിവറി ടു എന്ന് പറഞ്ഞിട്ട് ഒരു പിൻകോഡ് കാണാൻ പറ്റും ഏറ്റവും മേലെ. കാണുന്നുണ്ടല്ലോ എല്ലാവരും? അപ്പം ഈ ഒരു പിൻകോഡ് പോയി കഴിഞ്ഞാല് ഇപ്പം ഒരു പിൻകോഡ് വേണം എനിക്ക്. നേച്ചർ കുപ്പ് പ്രകാശൻ സാറ് ലൈനിലുണ്ടോ? എനിക്കൊരു പിൻകോഡ് തരും നിങ്ങളുടെ നാട്ടിലത്തെ. 678012 അടിച്ചോളൂ. 678012. ഇത് ഏത് കോഡാ? ഇവിടെ പിന്നെ വടക്കന്തറ. വടക്കന്തറ. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മെസ്സേജ് വരും. ഇപ്പൊ പുതിയതായിട്ട് അപ്ഡേഷൻ ഏതാണ് ആർസിഎമ്മിന്റെ ആപ്പില്, ആ മെസ്സേജ് നോക്കി നോക്കൂ. 2 ടിക്ക് ഉണ്ട് ഗ്രീൻ കളറിൽ അല്ലേ? അതായത് ഫസ്റ്റത്തെ ടിക്ക് വന്നിട്ട് ആ ഏരിയയിൽ ആർസിഎം പ്രോഡക്റ്റ്, ഗ്രോസറി ഐറ്റംസ് എല്ലാം ഡെലിവറി അവൈലബിൾ ആണ്. രണ്ടാമത്തത് HO ഡെലിവറി, അതായത് ഹെഡ് ഓഫീസ് എന്നുള്ള സാധനങ്ങളും ഡെലിവറി അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് വെയർ, വയോമിനി ഐറ്റംസുകൾ, കീസോൾ ഐറ്റംസുകൾ. അപ്പം നമ്മളിപ്പോ വേറൊരു പിൻകോഡ് അടിക്കുകയാണെങ്കിൽ, ഇപ്പം എന്താ പറയാ, വേറൊരു പിൻകോഡ് അടിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ 560067 അടിച്ചു നോക്കി നോക്കൂ. അതടിച്ചപ്പം ഓക്കെ, അതിനകത്ത് ഉണ്ട് അല്ലേ? അവൈലബിൾ അല്ലാത്ത വരും അല്ലേ? അവൈലബിൾ ഇല്ലാത്തത് വേണം. പ്രകാശൻ സാറിന്റെ പിൻകോഡ് എന്ന് പറയാമോ? എഴുതി കാണിച്ചാലും മതി. ജയപ്രകാശ് സാർ പിൻകോഡ് ഒന്ന് പറയോ? അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 67 679 511. 679 511. 518 അല്ലേ? 11. കറക്റ്റ് ആണോ എഴുതിയത്? കറക്റ്റ്, അടിക്കും. ഓക്കെ, ഇപ്പൊ നോക്കി നോക്കൂ. നേരത്തെ 2 ടിക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ 1 ടിക്ക് റെഡ് ആണ്, ഇൻഡു കാണിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഏരിയയില് ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ്, അതായത് ഗ്രോസറി ഐറ്റംസ്, പേഴ്സണൽ കെയർ, ഫുഡ് കാറ്റഗറി ഐറ്റംസുകൾ, ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് അവൈലബിൾ അല്ല. ഓൺലി ഹെഡ് ഓഫീസത്തെ ഡെലിവറി മാത്രമേ ഉള്ളൂ. അതായത് ഡ്രസ് ഐറ്റംസുകൾ,
ചപ്പല, ഫുഡ് വെയർ ഐറ്റംസുകൾ, കിഡ്സ് ഫാഷൻ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. അതാണ് പിൻകോഡ് വെച്ച് നമുക്ക് നോക്കുന്നത്. ഇത് നമുക്ക് ഇന്ത്യന്റെ ഏത് ഭാഗത്തുള്ള പിൻകോഡ്, ഇന്ത്യയിലെ ഏത് ഭാഗത്ത് നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ്, നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സുമാരുണ്ടെങ്കിലും നമുക്ക് അവരുടെ പിൻകോഡ് വെച്ചിട്ട് അവിടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ തൃശ്ശൂർക്ക് എന്റെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മള് അവരുടെ പിൻകോഡ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി വേറൊരു പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പിൻകോഡിൽ ഡെലിവറി ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ 1-2 അക്കങ്ങൾ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഡെലിവറി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മേടിക്കുന്ന ആളുടെ വീട്ടിന്റെ ലൊക്കേഷനും ആ ഷോപ്പിന്റെ ലൊക്കേഷനും താരതമ്യം ചെയ്തിട്ട് ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ പിൻകോഡ്, നമ്മുടെ അഡ്രസ്സിലെ പിൻകോഡ് അല്ലാതെ ഈ ഷോപ്പിന്റെ അടുത്തുള്ള പിൻകോഡ് വെച്ചിട്ട് നമുക്ക് ഡെലിവറി അവൈലബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ ഐഡിയ ഉപയോഗിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ അല്ലെ? ഈ ഒരു ചെറിയൊരു ഐഡിയ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും? ക്ലിയർ ആണ്, ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മള് ഇതിലത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മള് ഹെഡ് ഓഫീസിൽ നിന്ന് ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു നിൽക്കുക. ഇപ്പൊ ഞാനിപ്പോ എന്റെ കാണിച്ചു തരാം. ഞാൻ മൈ ഓർഡറിൽ പോവുകയാണ്, കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. മൈ ഓർഡറിൽ പോയി ഇവിടുന്ന് ഏറ്റവും മേലെ കാണാൻ പറ്റും ഡേറ്റ് 6/8, അതായത് ഈ മാസം 6-ാം തീയതി ഞാൻ ഓർഡർ ചെയ്തതാണ് 1197 റുപ്യക്ക് 3 ജോഡി ചെരുപ്പ്. കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഒന്ന് മാന്റെ, പിന്നെ 2 വുമന്റെ. ഇത്രയും സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തു. ഓർഡർ പാക്കഡ് എന്ന് കാണുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവും. അപ്പൊ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞു, ഓൾറെഡി നിങ്ങളുടെ സാധനം പാക്കഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ വേറൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എടുക്കണം, എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്നതും പ്രൊഡക്റ്റ് പുറത്തെടുക്കുന്നതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കണം. എന്നിട്ട് അത് ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം, ഞങ്ങളത് പൈസ തിരിച്ചു തരാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേറെ അയച്ചു തരാം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ കമ്പനി എടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ അല്ലെ? അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഷെയർ ലാസ്റ്റ് കൊടുത്താലും മതി, ഓൺലൈൻ ഓർഡർ കൂടെ കഴിഞ്ഞിട്ട്. അല്ല, ഇതില് ഞാൻ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, പിന്നീട് നമ്മൾ തിരിച്ചു വരത്തില്ലല്ലോ ഈ ഭാഗത്തോട്ട്. ഓരോന്നൊന്നായി ഫിനിഷ് ചെയ്യണം. അപ്പം താല്പര്യമുള്ളവർ നമ്പർ എഴുതി വെച്ചോളൂ, ഞാനിപ്പോ പറഞ്ഞുതരാം. പേന എടുത്തോളൂ, എഴുതിക്കോളൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പം അതായത് ഹെഡ് ഓഫീസിലത്തെ വാട്സാപ്പ് നമ്പറാണ് ഇത്. ഇതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കംപ്ലൈന്റുകൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പൈസ തിരിച്ചു തരും, ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേറെ അയച്ചു തരും. അങ്ങനത്തെ ഒരു നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. 9829957246. ഒന്നുകൂടെ പറയാം, 9829957246. ഇതാണ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇതിലൂടെ വാട്സാപ്പ് അയച്ചാൽ മതി. അവര് റിപ്ലൈ തരും പെട്ടെന്ന് തന്നെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അപ്പം ഇനി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതണു. നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കണ്ടോ ഡെലിവർ ടു എന്നൊരു പിൻകോഡ് ഉണ്ടാവും. ആ പിൻകോഡിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ പിൻകോഡ് അടിക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെയാണ് അവൈലബിൾ വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുമ്പോൾ 2 ടൈപ്പ് ഓർഡർ ഉണ്ട്. ഒന്ന് നമുക്ക് ഹെഡ് ഓഫീസിൽ വരുന്നതുണ്ട്, ഷോപ്പ് വഴി വരുന്നതുണ്ട് അല്ലെ? ഡയറക്റ്റ് ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ രണ്ടും നമുക്ക് സ്ക്രീനിൽ അവൈലബിൾ ആണോ എന്ന് കാണിക്കാൻ പറ്റും അല്ലെ? അപ്പോ ആൾറെഡി
നിയർ ബൈ ഷോപ്പ് വഴി ഡെലിവറി ഉണ്ടെങ്കിൽ അത് രണ്ടും ടിക്കായിരിക്കും. നിയർ ബൈ ഷോപ്പ് വഴി ഡെലിവറി ഇല്ലെങ്കിൽ ഹെഡ് ഓഫീസിന് മാത്രം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ ഹെഡ് ഓഫീസിന് അടക്കം വേണമെന്നുണ്ടെങ്കിൽ ആ പിൻകോഡ് അടിച്ചു കൊടുത്ത് നമുക്ക് ഓർഡറിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ. അതേപോലെ ഇപ്പൊ ഇതിപ്പോ നമുക്ക് രണ്ടും ഡെലിവറി എടുക്കുമ്പോഴും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഡെലിവറി എടുക്കുമ്പോഴും നമ്മൾ വീഡിയോ കാര്യങ്ങൾ എടുക്കണം. ഓൾറെഡി വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതുവഴി നമുക്ക് ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇനി ഫുഡ് ആൻഡ് ഗ്രോസറി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസുകളാണ് ഞാൻ പറയുന്നത്. അതിപ്പോ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനകത്ത് പോകാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാറ്റഗറീസിലോട്ട് പോയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് വന്നിട്ട് നമുക്ക് അല്ലാതെ തിരിച്ചു പോയിട്ട് നമ്മള് ഈ പിൻകോഡിന്റെ താഴെ തന്നെ കുറച്ച് റൗണ്ട് ആയിട്ട് കാണുന്നുണ്ടോ? അതിന് ഫസ്റ്റ് തന്നെ ഉണ്ട് ഫുഡ് ആൻഡ് ഗ്രോസറി. ഇത് അതുപോലെ തന്നെ തൊട്ടടുത്താണ് ഹെൽത്ത് കെയർ, അതിന്റെ തൊട്ടടുത്താണ് പേഴ്സണൽ കെയർ, അത് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ഉള്ള വണ്ടർ വേൾഡ് ക്വിക്കിൽ നിന്ന് ഓർഡർ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാവുന്ന ഫെസിലിറ്റീസ് ആണ്. അപ്പൊ അതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ 200 രൂപയിൽ കുറഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 500 റുപ്പീസിന് മിനിമം 500 റുപ്പീസിന് ഓർഡർ ചെയ്യണമെങ്കിൽ 499 രൂപ പറ്റില്ല, 500 രൂപ തന്നെ കറക്റ്റ് ആയിട്ട് 500 അതിൽ കൂടുതലോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ്. ക്ലിയർ ആയല്ലോ അല്ലെ? അതെ, നിങ്ങൾക്ക് 200 രൂപയ്ക്ക് മേലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 30 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം. ഇപ്പൊ നമുക്കിപ്പോ 500 റുപ്യന്റെ സാധനം ഓർഡർ ചെയ്യാനില്ല, ഒരു 200, 250, 300 റുപ്യക്കേ ഉള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? 30 രൂപ നമുക്ക് ഡെലിവറി ചാർജ് ആവും. പിന്നെ 200 രൂപയുടെ കുറവാണ് ഓർഡർ ചെയ്യുന്നെങ്കിൽ 50 രൂപ ഡെലിവറി ചാർജ് ആവും. ഇത് ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിലത്തെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതിന്റെ കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ടു കാർട്ടിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോയിട്ട് വേറെ 1-2 പ്രോഡക്റ്റ് കൂടെ നൂഡിൽസ് സെലക്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കാർട്ടിലോട്ട് ഇടുക. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും മേലെ ഈ പ്രോഡക്റ്റിന്റെ മേലെ ഇൻ സ്റ്റോക്ക് എന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ? അത് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഷോപ്പിലത്തെ ഡീറ്റെയിൽ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഷോപ്പിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കും. അപ്പൊ ആ ഷോപ്പിനകത്ത് ഈ സാധനം ഇല്ലാന്ന് നമുക്ക്, അതായത് ആ ഷോപ്പിനകത്ത് എന്തുണ്ട് എന്തില്ലാന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോ അതിന്റെ മേലെ സെർച്ചിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ട്രോളി പോലത്തെ ഒരു ചിഹ്നം കാണാം, ഒരു ഓറഞ്ച് ഡോട്ട് ഉള്ളത് കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലെ? ഏറ്റവും മുകളിൽ എല്ലാവരും ശ്രദ്ധിക്കുക. പാക്കറ്റിന്റെ ജസ്റ്റ് മുകളിൽ റൈറ്റ് സൈഡിൽ ഗ്രീനിൽ എഴുതിയിരിക്കുന്നതാണ് ഇൻ സ്റ്റോക്ക് എന്നുള്ളത്. അതിന് മുകളിൽ ഒരു സെർച്ച് ബട്ടണും അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബാസ്ക്കറ്റ് അല്ലെ, ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു ചിഹ്നം കാണാം. അതിനകത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെലക്ട് ചെയ്ത കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. എന്താ പറയാ, മിക്സ് ഫ്രൂട്ട്, ജാം, നൂഡിൽസ്, ഹണി, പ്രോട്ടീസ്, ഇത്രയും സാധനങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു. എല്ലാം പ്രോട്ടീസ് 4 എണ്ണം, ഹണി 4 എണ്ണം, നൂഡിൽസ് 4 എണ്ണം, ആൻഡ് ഇവിടെ മിക്സ് ഫ്രൂട്ട് ജാം 4 എണ്ണം. ഇതിന്റെ അടുത്ത് തന്നെ ക്വാണ്ടിറ്റി 4 എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ പോയിട്ട് ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട് 4ന്റെ തൊട്ട്. അതിൽ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആവും. നമുക്ക് ഇനി 4 പോരാ, 10 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10ൽ തൊട്ടാൽ മതി, അത് 10 എണ്ണമായി മാറും. അപ്പോ അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വരും. ഓക്കെ, നമ്മൾ അത് എന്നിട്ട് ക്ലോസ് അമർത്താം. ഇനിയിപ്പോ അതല്ല, നമുക്ക് നൂഡിൽസ് 4 എണ്ണം വേണ്ട, 2 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 2ൽ തൊട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് 2ലോട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് PUC. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു
പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് ഹെഡ് ഓഫീസ്, അത് ചെക്ക്ഔട്ട് ഹെഡ് ഓഫീസ് എന്നാണ് വരിക. ഇവിടെ ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടല്ലോ അല്ലെ, ചെക്ക്ഔട്ട് PUC. യെസ്. ഈ ചെക്ക്ഔട്ട് PUC പോയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള PUC, അതായത് വണ്ടർ വേൾഡ് ക്വിക്കിലോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞാന് അതർ സ്റ്റേറ്റിൽ സാധനം ഓർഡർ ചെയ്യുന്നുണ്ടെന്ന്, അതിന്റെ ഒക്കെ അഡ്രസ്സാണ് ഈ കാണുന്നത്. പ്രേമചന്ദ്രൻ, ആലുക്കാസ് ഡയമണ്ട് എൻക്ലേവ്, നെല്ലിക്കുന്ന്, തൃശ്ശൂര്. അതുപോലെ തന്നെ കൊച്ചി, എറണാകുളം, കൊച്ചി അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് വീട്ടിലത്തെ അഡ്രസ്സാണോ അവരുടെ ഫോൺ നമ്പർ അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണമെന്നില്ല, അവരുടെ ഫോൺ നമ്പർ കൊടുത്താൽ മതി. അവർക്ക് തന്നെ കടക്കാർ കോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് ലൊക്കേഷൻ മേടിച്ചിട്ട് അവർ ഡെലിവറി അവിടെ കൊടുക്കും. ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ഡെലിവറി കോഡ് ഉണ്ട്, അത് അവർ തന്നെ ഷെയർ ചെയ്തോളും. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഡെലിവറിയുടെ എന്നുള്ള കംപ്ലീറ്റ് ഓപ്ഷൻ അവിടെ വരും. അതുപോലെ തന്നെ ഈ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ ഈ ഓർഡർ കൺഫേം ആവാനുണ്ട്. ഓക്കെ, ഈ ഓർഡർ കൺഫേം ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ പ്ലേസ്ഡ് എന്നാണ് വരത്തുള്ളൂ. ഈ ഓർഡർ പ്ലേസ്ഡ് എന്നുള്ളത് ഓർഡർ കൺഫേം എന്നാവണം. ഓർഡർ കൺഫേം എന്നാകുമ്പോഴാണ് ഇത് PUCയിലോട്ടോ അല്ലെങ്കിൽ വണ്ടർ വേൾഡ് ക്വിക്കിലോട്ടോ എത്തത്തുള്ളൂ. ആദ്യം ഓർഡർ ഹെഡ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഹെഡ് ഓഫീസുകാർ കൺഫേം ചെയ്യും ഈ ഓർഡറിന്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കോൾ വരും, അത് ഹിന്ദിയിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഓക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ആ കോൾ അറ്റൻഡ് ചെയ്യാത്തത്രോളം കാലം നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവറി എടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾക്കുള്ള ഒരു നിബന്ധനയാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ അല്ലെ? യെസ്. അപ്പൊ ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കൺഫേംഡ് എന്ന് വരും. അതിനുശേഷമാണ് വണ്ടർ വേൾഡിലത്തെ ഓണേഴ്സ്മാർ നമ്മളെ ബന്ധപ്പെടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതല്ല, അവിടെ ആഡ് ന്യൂ അഡ്രസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പേര്, പിൻകോഡ്, അഡ്രസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് സിറ്റി, ഫോൺ നമ്പറും കൊടുക്കുക. അതിനുശേഷമുള്ള ഇമെയിൽ അഡ്രസ്സും ലൊക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക ഈ മൊബൈൽ നമ്പർ വരയ്ക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ സേവ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ സേവ് ആവും. അങ്ങനെ സേവ് ആയിട്ടുള്ള അഡ്രസ്സുകളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു അഡ്രസ്സ് ഞാൻ എന്റെ അഡ്രസ്സ് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ അഗൈൻ കണ്ടിന്യൂ എന്ന് കാണും. ഈ കണ്ടിന്യൂയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് വരിക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ പേയ്മെന്റ്, ക്യാഷ് ഓൺ ഡെലിവറി. ഇതേ നമ്മൾ ഹെഡ് ഓഫീസിൽ ചെയ്യുകയാണെങ്കിൽ ഓൺലി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. അത് എല്ലാ ലീഡേഴ്സ്മാരും ശ്രദ്ധിച്ചോളൂ. ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടേ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ടച്ച് ചെയ്യാം. ഓൺലൈൻ ഡെലിവറി ടച്ച് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷനിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ എന്ന് കൊടുക്കുന്നു. ഇത് അമർത്തുമ്പോഴാണ് ഓർഡർ കൺഫേം ആവുന്നത്. ഇവിടെ കാണാൻ പറ്റും നമ്മൾ വാങ്ങിക്കുന്ന MRP റേറ്റ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന റേറ്റും ഉണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ? ടോട്ടൽ PV 800, നമുക്ക് കിട്ടുന്ന റേറ്റ് 1354, ഫ്രീ ഡെലിവറി. ഇങ്ങനെ നമ്മൾ പ്ലേസ് ഓർഡർ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓർഡർ ആവും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഈ സ്ക്രീനിൽ നമ്മുടെ ഡെലിവർ ടു എന്നുള്ള പിൻകോഡ് ഉണ്ടാവും അല്ലെ? ആ പിൻകോഡ്, നമ്മുടെ പിൻകോഡ് അടിക്കുമ്പോൾ നമ്മുടെ നിയർ ബൈ ഹെഡ് ഓഫീസ് നിന്നാണോ അതോ നിയർ ബൈ ഷോപ്പ് വഴി നമുക്ക് കിട്ടുമോ എന്നുള്ളത് കാണാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ നിയർ ബൈ ഷോപ്പിൽ ഡെലിവറി ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ കാറ്റഗറി ഏതാണെന്ന് അത് തന്നെ വെച്ചോളൂ. കാറ്റഗറി ഏതാണെന്ന് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഏതാണ് കാറ്റഗറി? ഇപ്പോൾ നമുക്കൊരു ഷർട്ടാണ് ഓർഡർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഐറ്റംസ് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓർഡർ ചെയ്യുക മീൻസ് അത് സെലക്ട് ചെയ്തതിന് ശേഷം
ആഡ് ടു കാർട്ട്, അതായത് നമ്മൾ സഞ്ചിയിലാക്കുക എന്നുള്ള നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ആൾറെഡി പർച്ചേസ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ്. ജസ്റ്റ് ആഡ് ടു കാർട്ട് എന്നുള്ള ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ ചെയ്ത ശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് എല്ലാം ഇതിൽ തന്നെ വരുന്നതായിരിക്കും. അത് വന്നതിന് ശേഷം പിന്നാണ് ചെക്ക്ഔട്ട് PUC. അതിന്റെ താഴെ ഓറഞ്ച് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെക്ക്ഔട്ട് PUC. അതായത് ഹെഡ് ഓഫീസ് ആണ് ചെക്ക്ഔട്ട് ഹെഡ് ഓഫീസ് എന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തവണ ഓൺലൈൻ ഓർഡർ ഹെഡ് ഓഫീസിൽ ചെയ്യുമ്പോൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു കോൾ വരും. അത് ജസ്റ്റ് ഹിന്ദിയിലായിരിക്കും, അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഓൺലൈൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ യെസ് മാത്രം നമ്മളായിട്ടൊരു കൺഫർമേഷൻ ആയതിനു ശേഷം പിന്നെ അടുത്ത ഓർഡർ മുതൽ അങ്ങനെ കോൾ വരില്ല. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് പേയ്മെന്റ് പിന്നെ ഹെഡ് ഓഫീസ് ആണെങ്കിൽ നേരെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. PUCയുടെ കെയർ ഓഫിലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ഉണ്ട്, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഇത് രണ്ടും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 500 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ഡെലിവറി ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 30 രൂപ പേ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കബീർ സാർ നോക്കൂ, അദ്ദേഹത്തിന് അറിയാവുന്ന കൊച്ചിയിലും ബാംഗ്ലൂരും പിന്നെ ട്രിവാൻഡ്രത്തും അങ്ങനെ പല സ്ഥലങ്ങളിൽ അറിയാവുന്ന ആളുകളോട് സംസാരിച്ച് സാറേ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഓക്കെ നിയറസ്റ്റ് ഷോപ്പ് വഴി അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് വഴി അദ്ദേഹം ചേഞ്ച് അഡ്രസ് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ചേഞ്ച് അഡ്രസ് ഓപ്ഷൻ അവിടേക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അറിയുന്ന അനേക കണക്കിന് ആൾക്കാരിന്ന് പല ഏരിയകളുണ്ട് അല്ലെ, അവർക്ക് ഞാൻ സാറെ നല്ലൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, സാർ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഓൺലൈൻ ഓർഡർ നമുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. പക്ഷെ നമ്മളിത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു ഓർഡർ ചെയ്യുക അല്ലെ. നമ്മൾ ആദ്യം ഒരു ഓൺലൈൻ ഓർഡർ ഒന്ന് പരീക്ഷിച്ചു. ഒരു ഷർട്ട്, ഈ ഓണത്തിന്റെ ഒരു ഷർട്ട്, ഒരു പുതിയ ഷർട്ട്, ധാരാളം ഷർട്ടുകളുണ്ട്. ഒരു ഷർട്ട് നമ്മൾ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തതിനു ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത് എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് സ്വന്തമായിട്ട് ആദ്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല മാർഗം, സ്വന്തമായിട്ട് ഒരു തവണ ഓൺലൈൻ ഓർഡർ ചെയ്യുക. ഓക്കെ കബീർ ജി. ഇപ്പൊ ഇവിടെ സാറ് ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പൊ രൂപാന്തരം യാത്ര പറഞ്ഞിട്ട് സെമി ഫോർമൽ ഷർട്ട് വന്നിട്ടുണ്ട്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഷർട്ടാണ്, കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതിന്റെ കൂടെ ഒരു പാന്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 1000 റുപ്യന്റെ എമൗണ്ട് ആയി കഴിഞ്ഞാൽ, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ഞാൻ പറയാൻ മറന്നു, ഫ്രീ കോസ്റ്റ്. അതായത് PUCകളിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ 500 റുപ്യാണ് ഫ്രീ ഡെലിവറി. ഹെഡ് ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് 1000 റുപ്യ മിനിമം ഉണ്ടായെങ്കിലാണ് ഫ്രീ ഡെലിവറി ഉള്ളൂ. 1000-ന് കുറഞ്ഞു കഴിഞ്ഞാൽ 900, 700, 800 ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 70 രൂപ ഡെലിവറി ചാർജ് വരും. ക്ലിയർ അല്ലേ? അപ്പോ മിനിമം 1000 റുപ്പീസ് ആൻഡ് അബോവ് ഓർഡർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഫ്രീ ഡെലിവറി ഉള്ളൂ. ഓക്കെ. ഒരു കാര്യം കൂടെ പറയണം, കാരണം ആരെ ID പാസ്വേഡ് അടിച്ചാണോ കയറി നമ്മൾ ഈ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് അവർക്കാണ് PV കയറുക. ഓക്കെ, അവർക്കാണ് PV ജനറേറ്റ് ആവുക. നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന PV ആരുടെ ID-യിലാണ് കയറി ലോഗിൻ ചെയ്ത് ചെയ്യുന്നത് അവർക്കാണ് ആ PV ജനറേറ്റ് ആവുക. ഓക്കെ. ഓക്കെ. പിന്നെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ പാലക്കാടിലുള്ള ഒരു ലീഡർ എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂര് ഉള്ള അവരുടെ ഒരു അസോസിയേറ്റ് ബയേഴ്സിന് സാധനം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അവർ അസോസിയേറ്റ് ആണെങ്കിൽ ഓക്കെ, അവര് ജോയിൻ ചെയ്യാത്തൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാന് ആദ്യമായിട്ട് തൃശ്ശൂര് എന്റെ അസോസിയേറ്റ് ബയ്യർ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലെ ഓർഡർ ഞാനാണ് ചെയ്തു കൊടുത്തത്. അവർ ചെയ്തില്ല, ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ഡെലിവറി പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഈ ഡെലിവറി സെന്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെയൊക്കെ ഷോപ്പ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ, അത് ഇന്ത്യയിൽ എവിടെ ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഡെലിവറി സെന്ററിൽ പോയിട്ടാണ് എടുക്കാൻ പറ്റുക. അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ പോയിട്ട് എടുത്തിട്ട് തൃശ്ശൂരിലുള്ള ഒരു 3-4 ഷോപ്പിലേക്ക് ഞാൻ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്ത ഓർഡർ
ഏത് ഷോപ്പിൽ നിന്നാ പോകണമെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മള് അത് കണ്ടുപിടിച്ചതിന് ശേഷം അവരോട് ചോദിച്ചു, ഇന്നമാതിരി ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പേരെന്താന്ന് ചോദിച്ചു, ശങ്കർ സാറാന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്നിട്ടുണ്ടെന്ന്. ലാസ്റ്റ് 4ാമത് വിളിച്ച ഷോപ്പുകാരൻ പറഞ്ഞു, എനിക്ക് വന്നിട്ടുണ്ട്, ഞാനത് വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അവരായിട്ട് PUC വണ്ടർവേൾഡ് ഓണേഴ്സുമാരായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം ഇതിലൂടെ. ഇപ്പൊ ഞാന് എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് അക്ഷയ് കുമാർ അല്ലെ? അക്ഷയ് കുമാർ അല്ലേ സാർ അവന്റെ പേര്? അരിപ്പാടുള്ളത്, അക്ഷയ് കുമാർ, ആലപ്പുഴ അക്ഷയ്. അപ്പൊ ഓക്കെ, അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അക്ഷയ് സാറായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരിനൊന്നും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാലും അക്ഷയ് സാറിന്റെ അമ്മ പറയും, കബീർ സാറെ ബാംഗ്ലൂരിൽ നിന്നല്ലേ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ബന്ധം PUC-കാരായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ആ ഒരു ഷോപ്പിൽ നിന്നും നമ്മൾ ഏത് വീട്ടിലേക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ആ ഡിസ്റ്റൻസിന് വേണ്ടി നമ്മൾ 2 കൂട്ടരുടെയും ലൊക്കേഷൻ നമ്മൾ നേരത്തെ തന്നെ ശേഖരിച്ച് വെക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഈ ഒരു ഷോപ്പിൽ നിന്നും ആ ഒരു വീട്ടിലോട്ട് പോകാൻ ചിലപ്പോ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു വീട്ടിലത്തെ പിൻകോഡില് ഡെലിവറി ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ 10 കിലോമീറ്ററിലെ ദൂരമുള്ളൂ. അപ്പൊ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുകൊടുക്കും. ഒരു 10, 2000, 3000 രൂപന്റെ ഓർഡർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ PUC-കാർക്ക് ഒരു ബിസിനസ് ആവുകയും ചെയ്യും, നമുക്ക് നമ്മളുടെ ബിസിനസ് നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ മേടിക്കുന്ന വ്യക്തിന്റെ പിൻകോഡ് ഏതാണോ അതിൽ നിന്നും ഈ അഡ്രസ് അടിക്കുന്ന സമയത്ത് ആ പിൻകോഡ് അവരുടെ പിൻകോഡ് എടുക്കരുത്. അതായത് ആരാണോ മേടിക്കുന്നത് അവരുടെ പിൻകോഡ് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യോ? വീഡിയോ ഓഫ് ആണ് നിങ്ങളുടെ? അത് വീഡിയോ ഓൺ ആണ്. ഈ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കാണുന്നില്ല മൊബൈലിൽ. ഞാൻ നേരത്തെ ട്രൈ ചെയ്തിരുന്നു രാവിലെ. ഓക്കെ, അപ്പം എന്താ പറയാ, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് സ്ക്രീൻ ഷെയറിലോട്ട് പോകുമ്പോഴാണ് കാണാത്തത്. ഇപ്പൊ കാണാം. അപ്പൊ നമ്മൾ ഈ പിൻകോഡിൽ ചെറിയൊരു ഐഡിയ ഒക്കെ നമ്മൾ കളിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മേടിക്കുന്ന വ്യക്തിയുടെ പിൻകോഡിൽ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഷോപ്പിന്റെ അടുത്തുള്ള പിൻകോഡ് നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് 1-2 പിൻകോഡ് മാറ്റി അടിക്കുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി കിട്ടും. അപ്പൊ അന്നേരം ആ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഡെലിവറി എത്തിക്കാനുള്ള ഓപ്ഷൻ അവിടെ കിട്ടും. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു, PUC വണ്ടർവേൾഡ് ആയിട്ടുള്ള ഒരു ബന്ധം നമ്മൾ അതിലൂടെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അവിടെ പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അവർ ക്യാഷ് കൊടുത്ത് മേടിച്ചോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ സാറേ? ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ ഫസ്റ്റ് ഓർഡറിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലെ? വീഡിയോ ഓൺ ചെയ്തോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, അതായത് ചില ഐറ്റംസുകൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റില്ല. അപ്പൊ ആട്ടയാണെങ്കിൽ ഒരു 10 കിലോ ആട്ട ഓർഡർ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 കിലോന്റെ 2 ബാഗ് എടുക്കാൻ പറ്റില്ല. ഓൺലി ഒരു ബാഗ് അലോഡ് ഉള്ളൂ. 2 കിലോന്റെ ആണെങ്കിൽ 3 ബാഗ് അലോഡ് ഉണ്ട്. അപ്പൊ അവരുടെ മേടിക്കുന്നവരുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് 2 കിലോന്റെ 3 ബാഗും 5 കിലോന്റെ ഒരു ബാഗും അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ സാൾട്ട് ആണെങ്കിൽ നമുക്ക് ഒരു 3 പാക്കറ്റ് സാൾട്ടേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനിലൂടെ. ഇത് നമുക്ക് പിന്നെ ഷോപ്പിൽ നിന്നുള്ള ഡെലിവറി അല്ലേ പറയണത്? മറ്റേത് ഹെഡ് ഓഫീസിൽ നിന്ന് കനം കുറഞ്ഞ സാധനമല്ലേ പറ്റുള്ളൂ? ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളല്ല, അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഈ സ്ക്രീനിൽ നിന്ന് എങ്ങനെ പുറത്തോട്ട് വരിക? ഈ സ്ക്രീൻ ഷെയറിൽ നിന്ന്
ഒരു സ്റ്റോപ്പ് സ്ക്രീൻ ഷെയർ എന്നുണ്ടാവും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യും. ആ സ്ക്രീൻ ഷെയറിന്റെ അവിടെ. കണ്ടു. ഓക്കെ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്പർ ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ചാറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടു നമ്പർ. ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പർ ആർക്കൊക്കെ ആവശ്യമുള്ളത് എഴുതിയെടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഈ കസ്റ്റമർ കെയറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇപ്പോ ആരുടെയും ബാങ്ക് അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരിലാണോ ID ഉള്ളത് ആ ID രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കണം. വേറെ മൊബൈൽ നമ്പറിൽ നിന്ന് വിളിക്കാൻ പാടില്ല. RCM ID രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ തന്നെ കയറി വിളിക്കുക. എന്നിട്ട് അവർ ചോദിക്കുന്നതിനുള്ള ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക. ID നമ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ശരിയാക്കി തരും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരത് ഒരു വർക്കിംഗ് ഡേയ്സിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ആ അക്കൗണ്ട് അവർ റിമൂവ് ചെയ്യും. പിന്നീട് നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് റിമൂവ്ഡ് ആയിരിക്കും. ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മളത് ഗൂഗിളിൽ പോയിട്ട് വേണം അത് ചെയ്യാൻ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. അന്നേരം ലീഡേഴ്സ്മാരിനെ വിളിച്ചു കഴിഞ്ഞാൽ ആരാണോ നിങ്ങളുടെ ലീഡേഴ്സ് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ലീഡേഴ്സ്മാരിനെ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി വേണ്ടത് ഇതാണ്, എന്താ പറയാ, കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടല്ലോ അല്ലാതെ ഞാൻ ഇടണോ സാർ ഇത്? അതൊന്നും വേണമെങ്കിൽ ഇട്ടുള്ളൂ, കുഴപ്പമില്ല. കസ്റ്റമർ കെയർ നമ്മൾ ആൾറെഡി പാസ് ചെയ്തിട്ടില്ലെങ്കിലും കസ്റ്റമർ കെയർ നമ്പർ ആവശ്യമുള്ളവർക്ക് ഇവിടെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എഴുതിയെടുത്തോളൂ. 014 ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, 014 82 35 2000 2000. ഒന്നുകൂടെ പറയാം, 0148 2 35 200. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സെഷനായിരുന്നു അല്ലെ? കാരണം ഞാൻ ആളുകളോട് പറഞ്ഞു, നമ്മൾ ബാംഗ്ലൂർ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം കൊച്ചിയിലും കോയമ്പത്തൂരിലും പല ഏരിയകളിലും നമുക്കറിയാവുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക അല്ലെ? വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മളത് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ആപ്പിന്റെ മുകളിൽ കാണുന്ന ആ പിൻകോഡ്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പിൻകോഡ് അടിക്കുമ്പോൾ അതിൽ ഏത് ഷോപ്പിൻ്റെതാണോ അതോ ഹെഡ് ഓഫീസിൻ്റെ ആണെന്ന് അറിയാൻ പറ്റും. അതിലൂടെ നമ്മൾ സാധനം സെലക്ട് ചെയ്യുക. സാധനം സെലക്ട് ചെയ്തതിനു ശേഷം കാർട്ടിലാക്കി, കാർട്ടിൽ നിന്ന് നേരെ PUCയുടെ അഡ്രസ്സിലേക്ക് വന്നു. അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. അഡ്രസ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മുടെ റിലേറ്റീവ് കോഴിക്കോട് ഉണ്ട്, അല്ലെങ്കിൽ പല എവിടെയാണോ ഏരിയയിലുണ്ട് അവിടെ മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്തുകൊണ്ട് ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മൾ അറിയുന്ന ധാരാളം പല സിറ്റികളിൽ നമ്മൾ അറിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്ന ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത്. അത് എഫക്റ്റീവ് ആണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് 2 രീതിയിലുള്ള ഓർഡർ ഉണ്ട് ഞാൻ പറഞ്ഞു. ഒന്ന് ഹെഡ് ഓഫീസിലേക്കുള്ളതുണ്ട്, ഷോപ്പ് വഴിയുണ്ട്. ഇനി ഷോപ്പുകാർക്ക് വേറൊരു ഓർഡർ ഉണ്ട് അല്ലെ? ഷോപ്പിലെ ആളുകൾക്ക് ഡിപ്പോയിൽ നിന്ന് സാധനം എടുക്കുന്നത് കൂടാതെ ഷോപ്പുകാർക്ക് ഓർഡർ ടു HO എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നേരിട്ട് കമ്പനിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളുടെ ഡിപ്പോയിൽ ആ പ്രൊഡക്റ്റ് ഇല്ല, പക്ഷെ എനിക്ക് ഒരു 10,000 rupees കീസോൾ പ്രൊഡക്റ്റ് വേണം, 10,000 rupees ടെക്സ്റ്റൈൽസ് വേണം, യു ക്യാൻ ഓർഡർ ടു ഹെഡ് ഓഫീസ്. ഡയറക്ട്ലി നിങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് ഡിപ്പോയിൽ പോകേണ്ട ആവശ്യമില്ല. അത് നേരെ നമ്മുടെ
ഷോപ്പ് എവിടെയാണോ നിങ്ങൾ അഡ്രസ് കൊടുക്കുന്നത് അത് അവിടേക്കും വരും. അപ്പൊ അങ്ങനെ PUC-കാർക്ക് ഓപ്ഷൻ ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ഓർഡറിന് ഇന്ന് ഇന്ത്യയിലെ 850 സിറ്റികളിലായി 1.5 ലക്ഷം 2 ലക്ഷം ഓൺലൈൻ ഓർഡർ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ബട്ട് നമ്മൾ അതിന് താല്പര്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മുടെ ടീമിനുള്ളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം, സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് പഠിക്കുക, ടീമിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അതേപോലെ നമ്മൾ നമ്മുടെ ഓൺലൈൻ ഓർഡറിന് എന്തെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന ഒരു നമ്പർ ആൾറെഡി ഷെയർ ചെയ്തു, അത് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വെക്കുക. നമുക്ക് ഓൺലൈൻ ഓർഡർ വരുമ്പോൾ അത് തുറക്കുമ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്ത് വെക്കുക. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്, വേറെ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞത് കസ്റ്റമർ കെയർ നമ്പർ അല്ലെ. കസ്റ്റമർ കെയർ നമ്പർ മോസ്റ്റ് പ്രോബ്ലി രാവിലെ ഒരു പക്ഷേ എപ്പോഴും ബിസി ആയിരിക്കും. ഞാൻ വിളിച്ചിട്ടുള്ള ഉച്ച കഴിഞ്ഞിട്ടാണ് കുറച്ച് കിട്ടുക. ഉച്ച കഴിഞ്ഞ് കിട്ടുമ്പോൾ 4 ഓപ്ഷനാണ് ഉള്ളത്. 4 ഓപ്ഷനിൽ 1, 2, 3, 4. ഒന്നാമത്തെ പിന്നെ ഹിന്ദി ആയിരിക്കും, രണ്ടാമത്തെ ഇംഗ്ലീഷ് ആയിരിക്കും, മൂന്നാമത് തമിഴായിരിക്കും, നാലാമത്തെ മലയാളമായിരിക്കും. പിന്നെ അതിൽ അസോസിയേറ്റ് ബയറിന് ഓപ്ഷൻ ഉണ്ട്, PUC-ക്ക് ഓപ്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ വാൾ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ 2-3 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഓൺലൈൻ ഓർഡർ. അപ്പോ ഇതിന് 4 ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസ് ആണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും യൂസ് ചെയ്യാതെ, സാറേ എന്റെ ഇത് ഇങ്ങനെയാണെങ്കിൽ എന്റെ ടീമിലെ ഒരാൾക്ക് പിന്നെ ഇത് മാറ്റണം, അക്കൗണ്ട് നമ്പർ മാറ്റണം, പാൻ കാർഡ് ആഡ് ചെയ്യണം, ഇതെല്ലാ ഫെസിലിറ്റിയും ഈ വെബ്സൈറ്റിലും കാര്യത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് കമ്പനിയുടെ ഹെൽപ്പ് ധാരാളം. അതിനാണ് ഇപ്പൊ ഈ നമ്മുടെ എന്താണ് ഈ കസ്റ്റമർ കെയർ നമ്പറും സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ആ ഫെസിലിറ്റി അത് എത്രമാത്രം നമ്മൾ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റണോ അത്രമാത്രം നിങ്ങൾ ഈ ബിസിനസ്സിൽ വളരും. എവറി ടൈം നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വളരില്ല. എത്രമാത്രം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും അത്രമാത്രം നിങ്ങൾ വളരുന്നതാണ്. അതിന് പറ്റിയ സംഭവങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞത്. എന്തായാലും വണ്ടർഫുൾ സെഷൻ, സൂപ്പർ സെഷൻ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ബ്രാൻഡ് ന്യൂ സ്റ്റാർപിൻ അച്ചീവർ ആണ് കബീർ സാർ. അദ്ദേഹം വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം 1-2 പേരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ. നമുക്ക് അദ്ദേഹത്തിന് ഈ ഒരു ബിസിനസ് ഈ രീതിയിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഒരു പക്ഷേ നമ്മുടെ റോയൽറ്റി അച്ചീവർ അമലാണ്. കാരണം അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി ധാരാളം പ്രോഗ്രാമുകൾ അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് ഞാനും എല്ലാവരും തന്നെ ആ ഒരു ബാംഗ്ലൂരിൽ എത്തി ആ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു. അപ്പൊ തീർച്ചയായും ആ അദ്ദേഹത്തിന്റെ അപ്ലൈനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. പ്ലീസ് വെൽക്കം അമൽ. താങ്ക് യു സാർ. GRC ഓഡിയബിൾ അല്ലേ സാർ? കേൾക്കുന്നില്ലേ? യെസ് യെസ്. ഓക്കെ, സാറിന്റെ പ്രോഗ്രാം അല്ലേ, അതിഗംഭീര പ്രോഗ്രാം ആയിരുന്നു. കാരണം ഇദ്ദേഹം ബാംഗ്ലൂരിൽ അമൽ സാറ് ഇത് എന്താ പറയാ, രാജേന്ദ്ര സാറിന് ഞാൻ പറയാൻ വിട്ടുപോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വിട്ടുപോയി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. കാരണം രാജേന്ദ്രൻ സാറും എന്താ പറയാ രാജകുമാരൻ സാറ് രാജേന്ദ്രൻ സാറ് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പിഴവ് സംഭവിച്ചതാണ്. വളരെ നല്ലൊരു സെക്ഷൻ രാജേന്ദ്ര സാറ് ബാംഗ്ലൂരിൽ വന്ന് ജനുവരിയിലാണ്, ഞാൻ ഓർക്കുന്നു, ജനുവരിയിൽ വന്നിട്ട് RCMന്റെ വണ്ടർ വേൾഡ് ക്വിക്കിൽ വെച്ചിട്ട് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും കൈകൊണ്ട് വാരി എടുക്കാവുന്ന രീതിയിൽ അത്രയും പ്രൊഡക്റ്റ് ഉള്ള ഒരു ഷോപ്പായിരുന്നു. അതെല്ലാം വളരെ രീതിയിൽ എല്ലാം എടുത്ത് കാണിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താ പറയാ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സെക്ഷൻ സാറ് നടത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. നേരത്തെ പറയാൻ വിട്ടുപോയതാണെങ്കിൽ സോറി. അതുകൂടി ഞാൻ എന്താ പറയാ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലേറ്റായാലും ലേറ്റസ്റ്റാ വന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, അത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. അത് പിന്നെ ഞാനത് ഇടയിൽ സൂചിപ്പിക്കേണ്ട, ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മള് ലീഡേഴ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ എഫേർട്ടും നമ്മൾ ഒരിക്കലും ചെറുതായിട്ടൊക്കെ മറന്നു പോയെങ്കിൽ കൂടി നമ്മളത് ഒരിക്കലും മറക്കരുത്. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് 100-101% ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സാണ്. അവരുടെ ഓരോ എഫേർട്ടും അവരുടെ ചിന്ത അവർ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വളർച്ച അവർ വിളിച്ചറിയിക്കും, നമ്മളുടെ തളർച്ച അതിൻ്റെ ഒപ്പം നമ്മളുടെ ഒപ്പം അവർ നിൽക്കും. അങ്ങനെ ഒരു അപ്ലൈ ലീഡേഴ്സാണ് നമുക്ക് ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലയ്ക്ക് കിട്ടിയത്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കബീർ സാറിന്റെ ഈ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ തുടക്കം തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്.
അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് വിളിച്ച് അപ്പപ്പോ ഷെയർ ചെയ്യും. ഇതേപോലെ നമ്മുടെ വിജയമന്ത്രത്തിൽ പറയുന്ന പോലെ എല്ലാ മാസവും തുടക്കത്തിൽ അപ്ലൈൻ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ്, ബിസിനസ് പരമായിട്ടാണെങ്കിലും നമ്മളുടെ നെഗറ്റീവ്സ് ആണെങ്കിലും അതൊക്കെ കൊണ്ടേ കൊട്ടേണ്ട സ്ഥലം അപ്ലൈൻ ആയിട്ടാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് തിരിച്ച്, അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ ബിസിനസ് ആണ് അവിടെ നടക്കുന്നത്. നമുക്കുള്ള നെഗറ്റീവും നമ്മുടെ ഡൗട്ടുകളൊക്കെ അപ്ലൈൻ്റെ അടുത്ത് കൊടുക്കുക, അവിടുന്ന് ഫുള്ള് പോസിറ്റീവ്സും നമുക്ക് മുന്നോട്ട് ഈ മാസം പോകാനുള്ള പോയിന്റുകളും കാര്യങ്ങളും ഗൈഡ് ലൈനും ഒക്കെ നമ്മൾ അപ്ലൈൻ്റെ നിന്ന് തിരിച്ച് വാങ്ങുക. അങ്ങനെ ആവണം നമ്മൾ എല്ലാ ഡൗൺലൈൻസും. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ മാസവും എനർജറ്റിക് ആയിട്ടും നല്ല ഗ്രോത്ത് ടീമിൽ, നെറ്റ്വർക്ക് ടീമിൽ നല്ല ഗ്രോത്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. അപ്പോൾ കബീർ സാർക്ക് വന്ന വലിയൊരു മാറ്റം, അതേപോലെ തന്നെ ഒരു 3/4 മണിക്കൂറോളം ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 3/4 മണിക്കൂറോളം കബീർ സാറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് കബീർ സാർ അപ്ഡേറ്റ് ആയി എന്നുള്ളത് മറ്റൊരു സത്യവും അതൊരു എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാവരും ഡിജിറ്റലായിട്ട് നല്ലൊരു കൈഡി നമുക്ക് കബീർ സാർക്ക് കൊടുക്കാം. ഇന്നത്തെ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് അദ്ദേഹം കൊണ്ടുപോയി. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് അല്ലെ. നമ്മളെല്ലാവരും ഫോണുണ്ട്, നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണ് അല്ലെ. നമുക്കൊക്കെ അദ്ദേഹം ചെയ്യുന്ന പോലെ അദ്ദേഹം ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഇടയിൽ പലരും പറയുന്നു എവിടെ സമയം. അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഓർഡറുകളും ടീമിൽ ഫോക്കസ് ചെയ്തിട്ടും വർത്താനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൗൺസിൽ ചെയ്തിട്ടും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ പോലും നേരെ ചൊവ്വ വർക്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളാണ്. കാരണം നമ്മൾ ചിന്തിച്ച് സമയം കളയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ചിന്തകളൊക്കെ നിർത്തി ആക്ഷനിലേക്ക് വരൂ. എങ്ങനെ ബിസിനസ് മുന്നേറാം, എങ്ങനെ ബിസിനസ്സിൽ ജോയിനിങ് കൊണ്ടുവരാം, എങ്ങനെ വോളിയം ഈ മാസം ഉയർത്താം എന്നുള്ള ചിന്തകൾ നിർത്തുക. പകരം എന്ത് ചെയ്യുക, പ്രവർത്തനത്തിലേക്ക് വരിക. കാരണം ഈ ചിന്തിച്ചുകൊണ്ട് അല്ലെ, നമ്മളെല്ലാം നമ്മുടെ ലീഡേഴ്സ് ഒരു കഥ പറയേണ്ട, ഒരു പൂച്ച മതിലിന്റെ മുകളിൽ ഇരുന്നിട്ട് താഴത്തേക്ക് ചാടണം എന്ന് ചിന്തിച്ചു വിട്ടേ. എന്നിട്ട് പൂച്ച ചാടിയോ? ഇല്ല. എന്താണ്? ചിന്തിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, നമ്മൾ ഇങ്ങനെ ആവണം, ഈ മാസം ഇങ്ങനെ ഗ്രോത്ത് വരണം എന്നുള്ളതൊക്കെ നിങ്ങൾ നിർത്തിവെച്ചിട്ട് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക. അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് തന്നെ നമ്മുടെ ഈ കേരളയിലെ പാലക്കാട് ടീമിന്റെ ഒരു സ്ട്രെങ്ത് ആയ കബീർ സാർ ബാംഗ്ലൂരിൽ ഇരുന്ന് കൊണ്ട് ഈ ബിസിനസ്സിലെ 3.5 ലക്ഷം ടേൺ ഓവർ കൊണ്ടുവന്ന് 3.5 ലക്ഷം PV ടേൺ ഓവർ കൊണ്ടുവന്ന് സ്റ്റാർ പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്തി. അത് തികച്ചും നമുക്ക് അഭിനന്ദിക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് മെസ്സേജ്, ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലേ, നമ്മളെല്ലാവരും ഇദ്ദേഹത്തിനെ പോലെ, ഇദ്ദേഹം ഇന്നൊരു തികച്ചും ഒരു ലീഡറായി മാറി. കാരണം ഇദ്ദേഹം നമ്പർ നിങ്ങൾക്ക് തന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഏത് ടീം ആയിക്കോട്ടെ, എന്തെങ്കിലും ഓൺലൈനിൽ പരമായിട്ടോ പർച്ചേസ് എന്തെങ്കിലും ഡൗട്ട് അദ്ദേഹത്തെ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ. കാരണം അദ്ദേഹം അത് ടീമിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളും അത് നമ്മുടെ ടീമിൽ പ്രൊമോട്ട് ചെയ്യുക. ഒപ്പം ഇപ്പോൾ കഴിഞ്ഞ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ, നമുക്ക് കഴിഞ്ഞ ഒരു 3-ാം തീയതി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ട് അത് എല്ലാവർക്കും നല്ല ഗുണപ്രദമായിട്ട് അത് നടന്നു. അതിൽ അച്ചീവ്മെന്റ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറെ കൂടുതൽ കാര്യങ്ങൾ ഇതേപോലെ ഇദ്ദേഹം ഇന്ന് പ്രസന്റ് ചെയ്ത പോലെ ആപ്പുകളെ പറ്റിയിട്ടും നമ്മുടെ വാട്സപ്പ് ആപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം, ഓൺലൈൻ ഡെലിവറി, അതേപോലെ തന്നെ പർച്ചേസർ ക്ലബ്ബ്, പർച്ചേസ് വോളിയം, ജോയിനിങ് എല്ലാം പഠിച്ചു. അപ്പൊ അത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ മാസം എമറാൾഡിന്റെ, അതായത് നമ്മുടെ എമറാൾഡ് JP സാർ അനൗൺസ് ചെയ്തു മാസം അത്ര ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. മാക്സിമം ആളുകൾ എന്തെന്നെ വന്നാലും അതിനെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം നിങ്ങൾ വളർന്നാലേ നിങ്ങളുടെ ടീം വളരൂ എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഈ ഒരു വേളയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ ഒരു പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. നല്ല എഫക്റ്റീവായി ഇന്ന് ഇതിൽ കണ്ടു. നമ്മൾ സാധാരണ ആളുകൾ എല്ലാവരും അല്ലെ, ഒരു 38 പേര് 40 പേരുടെ അടുത്ത് ഈ ഒരു സൂമിൽ നിന്ന് കയറി എല്ലാവർക്കും നല്ല കാര്യമായിട്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഗുണം ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കബീർ സാർ ഒന്നുകൂടി കൺഗ്രാറ്റുലേഷൻ. JRCM എന്നെ ഈ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ച എന്റെ ഗ്രേറ്റ് മെന്ററായ എമറാൾഡ് JP സാറോട് ഒരു താങ്ക്സ് പറയുന്നു സാർ. JRCM. ഓക്കെ, താങ്ക് യു അമൽ. ശശീന്ദ്രൻ സാർ ഉണ്ടോ? ഉണ്ടല്ലോ സാറേ. JRCM വെൽക്കം. നല്ല ഇൻഫർമേറ്റീവ് പ്രോഗ്രാം. ഇതുപോലെയുള്ള കബീർ സാറിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ അവരെ നല്ലൊരു കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. കാരണം അകലെ ആണെങ്കിലും എപ്പോഴും അടുത്തുണ്ട്. സൂമിലൊക്കെ രാവിലെ സൂമുള്ളപ്പോൾ എല്ലാ സൂമിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കബീർ സാർ. പഠിക്കണം, വിജയിക്കണം, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. പഠിക്കണം, വിജയിക്കണം, ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും RCMൽ വിജയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിന്റെ വിജയത്തിന്റെ മൊത്തം അവകാശവും ശരിക്കും പത്മപ്രിയ മാഡത്തിനും പ്രകാശ് സാർക്കാണ്. കാരണം ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകുന്നേരമായിട്ട് അവര്
കോണ്ടാക്ട് ചെയ്യും. അതുപോലെ തന്നെ അമലും, അവർക്ക് തന്നെയാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. നമുക്ക് ബാംഗ്ലൂരിലും കർണാടകത്തിലും നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടി എന്നുള്ളത് നമുക്ക് റോയൽ ആർ സി എമ്മിന്, പാലക്കാടിന്റെ റോയൽ ആർ സി എമ്മിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് കബീർ സാറിൻ്റെത്. കൂടാതെ അദ്ദേഹം കഞ്ചിക്കോട്, പെങ്ങള് വഴിയൊക്കെ കേരളത്തിലും ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കേരളത്തിലും ടീമിന് വേരോടിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് റോയൽറ്റി ടെക്നിക്കലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മണി 10 കഴിഞ്ഞ് ഞാൻ കൂടുതൽ വൈകിക്കുന്നില്ല. നല്ല ഇൻഫർമേഷൻ, ഒരു ടെക്നിക്കൽ അച്ചീവർ എമറാൾഡ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് ചെയ്യുന്നവർക്കാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഏറ്റവും കൂടുതൽ നമ്മുടെ ടീമിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് കബീർ സാർ. ഞങ്ങൾ അവിടെ പോയി കണ്ടതാണ്. നല്ല ടീം സപ്പോർട്ടുള്ള, നല്ല അതായത് ആളുകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിന്റെ. എല്ലാവരെയും പുഞ്ചിരിച്ച മുഖമാണ്, സൗമ്യമാണ്, കൂടുതൽ ദേഷ്യപ്പെടാത്ത മുഖമാണ്. എത്രയും പെട്ടെന്ന് അച്ചീവ്മെന്റിലേക്ക് എത്താൻ കഴിയട്ടെ, ടെക്നിക്കൽ അച്ചീവറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് RCM. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. എന്തായാലും 10 മണി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. ജയപ്രകാശ് സാർ, ജയപ്രകാശൻ സാർ, പത്മപ്രിയ. പോയി